എല്ലാവർക്കും nimshaskitchen സ്വാഗതം. ഇന്ന് എന്താണ് നമ്മൾ തയ്യാറാക്കുന്നത്? Eggplant fingers. Yes, eggplant fingers. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു സ്നാക്ക് തന്നെയാണ്. വെജിറ്റേറിയൻസിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണ ഒരു സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കളറ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് അളവിലാണ് നമുക്ക് ബ്രെഡ് ക്രംസ് വേണ്ടത്. ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സാധാരണ ബ്രെഡ് തന്നെയാണ്. നമ്മൾ എടുക്കണ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. കാരണം ചിലത് നല്ല തിക്കായിരിക്കും, ചിലത് നല്ല തിന്നായിരിക്കും. ഇതിനി പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തുണ്ട്. കണ്ടില്ലേ, 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ചാറ് ഞാൻ എടുത്ത കാരണമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം ഒരു മുട്ടയാണ്. ഇത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇറ്റാലിയൻ സീസണിങ് ആണ്. അതായത് മിക്സ്ഡ് ഹെർബ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പിസ്സയിലൊക്കെ ചേർക്കില്ലേ, ഒറിഗാനോ ഫ്ലേക്സും ബേസിൽ ഫ്ലേക്സും, അത് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതൊക്കെ ചേർക്കുമ്പോൾ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് മുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. സാധാരണ വറുത്ത അരിപ്പൊടി 1 കപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഈ അരിപ്പൊടിയിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ അപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, നല്ല തിന്നായിട്ടുള്ളത്. അതിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇത് മതി. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ 2 പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിതുപോലെ വലിയ ടൈപ്പ് വഴുതനങ്ങ, അതായത് എഗ് പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ നീളത്തിലുള്ള വഴുതനങ്ങയില്ലേ, അതാണെങ്കിലും ഉപയോഗിക്കാം. അതാണെങ്കിലും നല്ലത് തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു പോർഷനും ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു സൈസിലൊക്കെ മതിയാവും. ഇതിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗങ്ങളില്ലേ, അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത്. ഞാനിതിപ്പോൾ കഴുകിയെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യണത്. ഇനി ഞാൻ കഴുകിയെടുക്കണില്ല. ഇത് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് ചേഞ്ച് ആവും. അപ്പോൾ കൂടുതൽ സമയം വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം കളഞ്ഞെടുത്താൽ മതി. ഞാനിതിപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. ആദ്യം നമുക്ക് ഒരു പീസ് എടുക്കാം. അതിനുശേഷം ഈ മുട്ടയുടെ മിക്സില്ലേ, അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയിൽ നമ്മളിതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 2 പ്രാവശ്യം ഞാൻ കോട്ട് ചെയ്തെടുക്കേണ്ട അരിപ്പൊടിയിൽ ഈ ഒരു രീതിയിൽ. വീണ്ടും മുട്ടയിൽ മുക്കാം. കോട്ടിങ്ങൊന്നും അങ്ങനെ പോകുന്നില്ല. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് കിട്ടും. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഇത് മതി. ഇനി നമുക്ക് ഇത് വീണ്ടും മുട്ടയുടെ മിക്സിയില്ലേ, അതിലൊന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസില്ലേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത്, അതിൽ കോട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്യാം. ഇപ്പോൾ മുട്ട കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു മിക്സിൽ ഇത് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒരുമിച്ചും ചെയ്യാം നമുക്ക്, പെട്ടെന്ന് ആവും.
ഇനി ഇത് വീണ്ടും മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ക്രിസ്പി ആയിട്ട് മാറും ഇത്. നമ്മൾ ഈ അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യം ഒരുപാട് എടുക്കണ്ട. കാരണം നമ്മളിത് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആവും. അപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി, അതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ മുട്ട പോരാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എടുക്കാം. ആദ്യം തന്നെ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും റീയൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി വീണ്ടും മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തിക്ക് കോട്ടിങ് ആവും ഇത്ര പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുമ്പോൾ. ബ്രെഡ് ക്രംസിൽ ഒരു പ്രാവശ്യം തന്നെ കോട്ട് ചെയ്യണുള്ളൂ. ജസ്റ്റ് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അത് പിടിച്ചിരുന്നോളും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കാണിക്കാം. എനിക്ക് ഒരു മുട്ട മതിയായില്ല, ഞാൻ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ 2 മുട്ട എടുക്കാം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഫ്ലേക്സും, അതായത് ഇറ്റാലിയൻ സീസണിങ്ങും 1/2 ടീസ്പൂണിന് പകരം 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് എല്ലാം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പം ഞാനിത് എല്ലാം തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഇപ്പോൾ ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എഗ് പ്ലാന്റ് ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അങ്ങോട്ട് കുക്കായി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളർ വന്നാൽ മതി. ഇതിന് കോരി മാറ്റാം. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ടാവും. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ഷെയ്ഡാവാൻ നിൽക്കണ്ട. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്ത ബാച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓരോ നമുക്ക് കോരി മാറ്റാം. ഇപ്പൊ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ എഗ് പ്ലാന്റ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടിയാണ് കഴിക്കണത്. നല്ല ചൂടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, പക്ഷെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.